ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ചക്ക പുഴുങ്ങിയതും മുളകുടച്ചതുമാണ്. തലേ ദിവസം വൈകുന്നേരമായപ്പോൾ ഒരാഗ്രഹം, ചക്ക പുഴുങ്ങിയത് കഴിച്ചാലോ. പിന്നെ രാത്രിയായില്ലേ, പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ കാത്തിരുന്നു. അങ്ങനെ രാവിലെ ഒരു ചക്ക എടുത്ത് പെട്ടെന്ന് തന്നെ അതിനെ പുഴുങ്ങി കേട്ടോ. പിന്നെ കുറച്ച് മുളക് നമുക്ക് വീട്ടിലുള്ളത് കൊണ്ട് അതിൽ നിന്ന് മുളകൊക്കെ എടുത്ത് കാന്താരി ചമ്മന്തി അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചക്ക പുഴുങ്ങിയതായിരുന്നേ. അപ്പോൾ ഇപ്രാവശ്യത്തെ, അതായത് 2025 ലാസ്റ്റ് ചക്ക തീറ്റയാണെന്ന് തോന്നുന്നു. കാരണം വീട്ടിലെ ചക്കയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മീൻ വണ്ടി വന്നു. അപ്പം മീൻ വാങ്ങിയത് കൊഞ്ചായിരുന്നേ. അപ്പോൾ കൊഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തല കളയാറില്ല കേട്ടോ. പലരും തല എടുത്ത് ഉപയോഗിക്കാറില്ല, കളയാറ് ആണ് പതിവ്. അപ്പോൾ തല കളയാതെ ഇതുപോലെ ഫ്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കൊഞ്ച് കിട്ടിയാൽ ഇതിൻ്റെ ചുണ്ടും വാലും ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അതിൻ്റെ തലഭാഗത്തും ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന വേസ്റ്റ് ഇങ്ങനെ എടുത്ത് കളയാൻ എളുപ്പമുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് പൈപ്പിൻ്റെ മുട്ടിൽ കൊണ്ട് വെച്ചോ, അല്ലാതെ നല്ലതുപോലെ ഒലിച്ചൊക്കെ കഴുകുമ്പോൾ ഇതിനകത്തുള്ള മണ്ണോ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും പോകും കേട്ടോ. അപ്പോൾ അതാ ഞാൻ വൃത്തിയാക്കി എടുത്തപ്പോൾ ഇത്രയും തല കിട്ടി കേട്ടോ. അപ്പോൾ കൊഞ്ചിൻ്റെ തലയും ഒരു 4-5 കൊഞ്ചും കൂടി എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ വൃത്തിയാക്കിയപ്പോൾ ഈ ഒരു ടൈപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ തലയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത പരിപാടിയാണ് കൊഞ്ചിൻ്റെ തലയിൽ മസാല പുരട്ടി വെക്കൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്ത പാന് തന്നെയാണ് എടുത്തത് കേട്ടോ. ഇനി അതിനകത്തേക്ക് തന്നെ മസാല പുരട്ടാമെന്ന് കരുതി. അപ്പോൾ അതാ കൊഞ്ചിൻ്റെ തലയിട്ടു, അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ശകലം ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചിലർക്ക് കൊഞ്ച് കണവയൊക്കെ വയറുവേദന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേസ്റ്റിനും ആ ഒരു വായു കയറാതിരിക്കാനും കൂടി വേണ്ടിയിട്ട് ഇഞ്ചി ഇട്ടു. പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും കൂടി ചതച്ചത് ചേർത്തു. പിന്നെ ഒരു ശകലം അരിപ്പൊടി ചേർത്ത് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. അതും കൂടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു മസാല കുറച്ചും കൂടി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കോൺഫ്ലോറൊക്കെ വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി തിരുമ്മി വച്ചിട്ടുണ്ട്. അപ്പോൾ മസാല എല്ലാം പിടിക്കുന്ന സമയത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ശകലം നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ കിലോ 400 രൂപയ്ക്കൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയെ പൊരിച്ചാലാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ സൺഫ്ലവറാണ് ഇവിടെ ഇപ്പോൾ എണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണയും സൺഫ്ലവറും ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അടച്ച് വെക്കുമ്പോൾ ഈ തലയിൽ നിന്ന് തന്നെ ഈ ചെമ്മീനിൻ്റെ തലയില്ലേ, അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇറങ്ങി അതൊന്ന് വെന്ത് കിട്ടും, കുക്കായി കിട്ടും. പിന്നെ അത് വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നാളികേരം വറുത്തരച്ച് വെച്ച കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലയിടത്ത് കൊഞ്ച് കറി എന്ന് പറയും, ചിലയിടത്ത് തീയൽ, ഓരോയിടത്ത് ഓരോ ഭാഷയാണല്ലോ. നമ്മളിവിടെ കൊഞ്ച് തീയൽ എന്നാണ് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ അപ്പോഴേക്കും കൊഞ്ചിൻ്റെ കൊഞ്ച് തലയില്ല ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എണ്ണയിൽ കിടന്ന് നല്ല ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല കരിമുര ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ തല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെമ്മീൻ മേടിക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും അതിൻ്റെ തല എടുത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വട്ടം ഉണ്ടാക്കിയാൽ മതി, പിന്നെ നിങ്ങൾ തന്നെ സ്ഥിരം ഉണ്ടാക്കും കേട്ടോ. ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ തല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ അവിക്കാനെടുത്ത ചക്കയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ പെട്ടെന്നൊരു ചക്കക്കൂട്ടാനും അങ്ങ് വെക്കാം. അങ്ങനെ ചക്കയൊക്കെ അരിഞ്ഞ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വച്ചപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളി ചതച്ചതും ശകലം നാളികേരം തിരുമ്മിയിട്ടു. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി അങ്ങോട്ട് ചതച്ചങ്ങിട്ട് കേട്ടോ. വേറെ മിക്സിയിലൊക്കെ ഇട്ട് അതിനെ ഒന്ന് അരപ്പാക്കി അതിനകത്തിടാനൊന്നും ഞാൻ മെനക്കെട്ടില്ല. ഒരു തട്ടിക്കൂട്ട് ചക്കക്കൂട്ടാനാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും ഇട്ട് കുറച്ച് ചക്കയും എടുത്തു, നമ്മുടെ കൊഞ്ച് തീയലും എടുത്ത്. കൊഞ്ച് തീയലിനെടുത്ത സ്പൂൺ ചെറുതായതുകൊണ്ട് എത്ര കോരിയിട്ടും ആ കഷ്ണങ്ങൾ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ആ കറി മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ JCBക്ക് കോരുന്ന പോലെ ഒരു കോരക്കം അങ്ങ് കോരി കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഞ്ച് തീയലും എടുത്തു. പിന്നെ നമ്മുടെ അടുത്ത വരവ് സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ചെമ്മീൻ തല റോസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു മക്കളെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വീണ്ടും 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 പറയുകയാണേ. അങ്ങനെ ഞാനൊരു 2-3 സ്പൂണ് ചെമ്മീൻ തല ഫ്രൈ ചെയ്ത് എടുത്തു. പിന്നെ ഇതും കൊണ്ട് ഞാനൊരു ഇരിപ്പ് അങ്ങോട്ട് ഇരുന്നു. ആ ഇരുന്ന ഇരിപ്പ് എഴുന്നേക്കാൻ കുറച്ച് സമയം എടുത്തു. ഒരു ചെമ്മീൻ തല റോസ്റ്റും പിന്നെ കുറച്ച് തീയലിൻ്റെ ചാറും പിന്നെ നമ്മുടെ ചക്കയും ശകലം ചോറും കൂടി ചേർത്ത് അങ്ങോട്ട് കുഴച്ച് ഉരുട്ടി ആ വായിലേക്ക് വെക്കുമ്പോൾ ചുറ്റുവെള്ളതൊന്നും കാണാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഞാനും ചിന്നിമോളും കൂടി ആ ഒരു ഇരിപ്പ് അങ്ങോട്ട് ഇരുന്ന് കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചൊക്കെ എഴുന്നേറ്റപ്പോൾ ഒരു നേരമായി. അങ്ങനെ ഉച്ചയൂണ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി 4 മണി ടീ ടൈമാണ് കേട്ടോ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് കുറിക്കാൻ വേണം. അപ്പോൾ ഇന്ന്
അത്ര മിച്ചറാണ് ഉണ്ടായിരുന്നത് കേട്ടോ. മിച്ചറും കട്ടൻ ചായയായിരുന്നു. 4 മണിക്കുള്ള ടീ ടൈം ഒരു 7 മണിയായാൽ കുഴപ്പമുണ്ടോ? ഞാൻ ചായ കുടിക്കാറായപ്പോൾ ഒരു 7 മണിയൊക്കെ ആവാറായി കേട്ടോ. അപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് പൊടിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ നമ്മുടെ ടീ ടൈമും അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇനി രാത്രി അത്താഴം. അത് ഈ ഉച്ചയ്ക്ക് കഴിച്ച സാധനമാണ് പിന്നെയും രാത്രിയുള്ളത്. അതുകൊണ്ട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് അടിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മറിയാമ്മ മിച്ചർ കഴിക്കുന്ന സൗണ്ട് കേട്ട് ആളും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് മിച്ചർ അവൾക്കും കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.